ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കക്ക ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കറുത്തിട്ടുള്ളൊരു സാധനമുണ്ട്. അതൊക്കെ നമുക്ക് വേസ്റ്റൊക്കെ പുറത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പലകയിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു കുഴവി കൊണ്ട് ചതച്ച് കൊടുക്കാം. അപ്പോൾ ചതയ്ക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഞെക്കി നോക്കിയാൽ കാണാൻ പറ്റും. നല്ലപോലെ ഞെക്കുമ്പോൾ ഇതാ കണ്ടോ, അങ്ങനെ ഒരു ഇതിൻ്റെ വേസ്റ്റാണിത്. അപ്പോൾ ഇത് എല്ലാം കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ഈ വേസ്റ്റൊക്കെ പുറത്ത് പോകും. ഒരുപാട് തവണ കഴുകണം. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കണം. നല്ലപോലെ കൈ കൊണ്ട് ഞെക്കി ഞെക്കി എടുത്താലേ അത് വരുള്ളൂ. ഇപ്പം ഇത് ഓരോന്നായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കഴുകിയിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊന്നുകൂടെ ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് കഴുകിയെടുക്കാം. കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒരുവിധം നല്ലപോലെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഒരു പച്ചമുളക് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ മൂപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. കക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് പ്രോട്ടീൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അയേണും ഒക്കെ അടങ്ങിയതാണ് കക്ക ഫ്രൈ. ഇപ്പോൾ ഒരു ഹെൽത്തി ഫുഡാണ്.
അപ്പോൾ ഇനി ഇത് നമുക്ക് 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ കക്കയിലേക്കും കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ബീഫ് ഫ്രൈയുടെ ഒക്കെ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഒരുവിധം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, കളർ ചേഞ്ചസ് വന്നില്ലേ? ഇപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്